ആളുകൾ ലഹരിക്ക് അടിമയായിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ അവിടെ പോയിട്ട് ചില സ്പെഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നുണ്ട്. പെരുമ്പാവൂരിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒഴിവാക്കില്ല. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് ഈ 30 ദിവസങ്ങൾ കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ചാലക്കുടി പള്ളിയിലാണ് ജീവിക്കുന്നത്. ചാലക്കുടി പള്ളിയിലെ ഈ വികാരി അദ്ദേഹം ഈ മധ്യമേഖലയിൽ ഇപ്പോൾ നടത്തുന്ന ലഹരി മാഫിയയുടെ മടയിൽ പോയി അതിന്റെ പേരെന്താ? വർഗീസ് പാത്താടൻ. ഫാദർ വർഗീസ് പാത്താടൻ കീ. അച്ഛനെ പോലുള്ള ഒരു തല്ലിപ്പിടിക്കാൻ വേണം. കാര്യം അതിനും വലിയ സാധനങ്ങളുടെ മടയിൽ ഇരിക്കുക. അപ്പോൾ കുട്ടികളെ എല്ലാം കുരുന്നുകൾ ഇതുപോലുള്ള കുട്ടികളെയൊക്കെ വിധേയമാക്കുന്ന രാസലഹരി. അപ്പൊ ഫാദർ പഴയ ശക്തി വീണ്ടെടുക്കണം. വേണ്ടി വന്നാൽ ഒരു രംഗത്തിലൂടെ വാല്യമുണ്ട്. അല്ല ഫാദർ ഇനി ഇറങ്ങേണ്ടി വരും. ഇറങ്ങേണ്ടി വരും. ഫാദറല്ല, ഫാദേഴ്സ് മുഴുവൻ ഒറിജിനൽ ഫാദറും ഓക്കെ. അപ്പൊ ഫാദറെ ഒന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലെ ഈ വിപത്തിനെ കുറിച്ച്. പ്രിയമുള്ളവരെ, നമ്മൾ ധാരാളം യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ആ യുദ്ധങ്ങളുടെ ഏറ്റവും മാരകമായ ആയുധം എന്ന് പറയുന്നത് രാസ ആയുധങ്ങളാണ്. ആ രാസായുധങ്ങൾക്ക് കൊല്ലാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ജനത്തെ നശിപ്പിക്കാൻ പറ്റുന്നതാണ് രാസലഹരി. ഇതൊരു യുദ്ധമുഖത്താണ് നമ്മൾ. യുദ്ധമുഖത്ത് നിൽക്കുന്ന വാരിയേഴ്സിനെ പോലെ, പട്ടാളക്കാരെ പോലെ നാം രംഗത്തിറങ്ങുകയും ഈ വലിയ വിപത്തിനെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്യണം. ഒരു വലിയ പട്ടാളം ഇതിനു വേണ്ടി ഇറങ്ങണം. ഇത് ജീവൻ മരണ പോരാട്ടമാണ്. നിലനിൽക്കണോ നശിക്കണോ എന്ന് ഇപ്പൊ തീരുമാനിക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ മുന്നിട്ട് ഇറങ്ങണം. ഇതിന് ഏറ്റവും ശക്തമായിട്ട് വരേണ്ട 2 ആളുകളുണ്ട് എന്റെ അനുഭവത്തിൽ നിന്ന്. ഒന്ന് മീഡിയ. ഇത് എവിടെ കിട്ടും, എവിടെ നിന്ന് വരുന്നു, എവിടെ വിൽപ്പന നടത്തുന്നു, എവിടെയൊക്കെയാണ് ഇത് ഒളിഞ്ഞിരിക്കുന്നത് കണ്ടെത്താൻ മീഡിയ രംഗത്തിറങ്ങും. കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ വലവും ഇടവും നോക്കാതെ അതില്ലായ്മ ചെയ്യാനായിട്ട് എൻഫോഴ്സ്മെന്റ് തയ്യാറാകണം. അപ്പൊ മീഡിയയും എൻഫോഴ്സ്മെന്റും തയ്യാറാകുകയും ജനം മുഴുവൻ അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ, ഭരണാധികാരികളെ സപ്പോർട്ട് ചെയ്താൽ കേരളം, ഭാരതം രക്ഷപ്പെടും. റോഡ് സൈഡിൽ സ്റ്റേറ്റ് ചാമ്പ്യനാണ്. സാറ് ഗുഡ് മോർണിംഗ് കേരളയോടെ അറിഞ്ഞിട്ട് 4 ലക്ഷം രൂപ വരെ വണ്ടി സാറ് പറഞ്ഞിട്ട് ആരോഗ്യ കുട്ടിക്ക് കൊടുത്തു. കൂട്ടുകാരിയാണ് സ്റ്റേറ്റ് ചാമ്പ്യൻ സൈക്കിൾ. ഗുഡ് മോർണിംഗ് കേരള വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ. ഫാദറെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇത് വെച്ചു. ഓക്കെ. അപ്പൊ നമ്മുടെ കുട്ടികളെയൊക്കെ കണ്ടു. അപ്പൊ ഫാദർ ഈ പള്ളിയുടെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞാൽ, പള്ളി വിജയ നമ്മുടെ പള്ളിയുടെ ഫൊറോന പള്ളി വളരെ പ്രസിദ്ധമായ പള്ളിയാണ്. ലക്ഷ്മി വളരെ കാലപ്പഴക്കമുണ്ടല്ലോ പള്ളി. AD 600 സ്ഥാപിതമായ പള്ളിയാണ്. അപ്പൊ ഈ പ്രദേശത്ത് ഏറ്റവും പഴക്കമുള്ള പള്ളിയാണ്. പരിശുദ്ധ കന്യാമറിയത്തിന്റെ നാമത്തിലുള്ള പള്ളിയാണ്. കന്യാമറിയത്തിന്റെ പിറവിയുടെ നാമത്തിലുള്ള പള്ളിയാണ്. നേറ്റിവിറ്റി, ബർത്ത് ഓഫ് ജീസസ്, അതുപോലെ ബർത്ത് ഓഫ് മേരിയുടെ നാമത്തിലുള്ള പള്ളിയാണ്. സെപ്റ്റംബർ 8 ഈ മാതാവിന്റെ പിറവിയുടെ തിരുനാൾ ഇവിടെ ആഘോഷിക്കുന്നത്. അനേകായിരം പേര് വരികയും അത് നേർച്ച കൂട്ടുമൊക്കെ ആയിട്ട് ആഘോഷിക്കുന്ന വലിയ ഒരു തിരുനാളാണ്. അതുപോലെ തന്നെ ഫെബ്രുവരിയില് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പെരുന്നാള് ഒരു ദേശീയ ഉത്സവമായിട്ട് മുനിസിപ്പാലിറ്റി അംഗീകരിക്കുകയും സംസ്ഥാന സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ദേശീയ ഉത്സവമായിട്ടുള്ള 24 എല്ലാ പെരുന്നാളിനും വരണം. അടുത്ത പെരുന്നാളിന് മാത്രമല്ല. ഫാദറെ ഒരു കാര്യം, അപ്പൊ ഫാദറെ ഏത് സ്ഥലത്താ പോയിട്ട് മദ്യകേന്ദ്രം തല്ലിപ്പിടിച്ച എവിടെയായിരുന്നു? അത് കൊച്ചിക്കാട്